മൊയ്തീനെ, ആ ചെറിയ സ്പാനറിങ് എടുത്തേ. ടാസ്ക് വിളിയടാ, ഇപ്പൊ ശരിയാക്കി തരാം. പടച്ചോനെ, നിങ്ങൾ കാത്തോളി. കോഴിക്കോടിന്റെ സ്വതസിദ്ധമായ ഭാഷയിൽ വന്ന് മലയാളി പ്രേക്ഷകർക്കിടയിലെ ഒരാളായി മാറിയ കലാകാരനാണ് നമ്മുടെ സ്വന്തം കുതിരവട്ടം പപ്പു. പപ്പു ഇല്ലാത്ത 26 വർഷങ്ങളാണ് കടന്നുപോയത്. പതിറ്റാണ്ടുകളോളം നമ്മെ ചിരിപ്പിച്ച ആ കലാകാരനെ ഇന്നും പകർന്നാടിയ കഥാപാത്രങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. പനങ്ങാട് പത്മദളാക്ഷൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. വളർന്നു വന്നപ്പോൾ പത്മദളാക്ഷൻ കോഴിക്കോടൻ ഭാഷയുമായി നാടകങ്ങളിൽ തമാശ പറഞ്ഞ് ചിരിപ്പിക്കുന്ന അത്യുഗ്രൻ നടനായി. കോഴിക്കോട്ടെ കാർണിവൽ വേദികളിലും പൊറാട്ട് നാടകങ്ങളും അദ്ദേഹം വേദിയാക്കി. ഭാർഗവി നിലയം എന്ന ചിത്രത്തിൽ ഭാർഗവിയുടെ വീട്ടിലെ അരവട്ടനായ വേലക്കാരനായി പത്മദളാക്ഷനെ വൈക്കം മുഹമ്മദ് ബഷീർ അവതരിപ്പിച്ചു. ആ ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേരായിരുന്നു കുതിരവട്ടം പപ്പു എന്നത്. അങ്ങനെ ബേപ്പൂർ സുൽത്താൻ സമ്മാനിച്ച പേര് മലയാള സിനിമയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തി. തന്റെ സുദീർഘമായ കരിയറിൽ അദ്ദേഹം 1000-ലധികം സിനിമകൾ പകർന്നാടി. അങ്ങാടി, അവളുടെ രാവുകൾ, വെള്ളാനകളുടെ നാട്, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, മണിച്ചിത്രത്താഴ്, ഏ ഓട്ടോ, ചന്ദ്രലേഖ, തേന്മാവിൻ കൊമ്പത്ത്, അങ്ങനെ എത്രയേറെ സിനിമകളിൽ മലയാളികളെ പപ്പു ചിരിപ്പിച്ചു. ഷാജി കൈലാസ് സംവിധാനം നിർവഹിച്ച നരസിംഹമായിരുന്നു പപ്പു അഭിനയിച്ച അവസാന ചിത്രം. നിറഞ്ഞ സദസ്സിൽ നരസിംഹം ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു പപ്പു എന്ന അതുല്യ പ്രതിഭ നമ്മെ വിട്ടുപോയത്. അരങ്ങൊഴിഞ്ഞ് 26 വർഷങ്ങൾക്കിപ്പുറവും സിനിമാ ആസ്വാദകരുടെ മനസ്സിൽ അദ്ദേഹം പറഞ്ഞ ഓരോ ഡയലോഗും ഇന്നും നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. ഹാസ്യരാജാവിനെ മരണമൊപ്പം കൂട്ടിയെങ്കിലും അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾക്ക് പഴക്കം കൂടുന്തോറും വീര്യം കൂടുമെന്നോളം കുതിരവട്ടം പപ്പു എന്ന കലാകാരനും അദ്ദേഹം വേഷപ്പകർച്ച നടത്തിയ കഥാപാത്രങ്ങളും മലയാള സിനിമ ഉള്ളിടത്തോളം ഇവിടെ നിറഞ്ഞു നിൽക്കും. മാഞ്ഞുപോയ മലയാള സിനിമയിലെ ചിരിയുടെ തലതൊട്ടപ്പന്മാരിൽ ഒരു പൊൻതൂവൽ തന്നെയായിരുന്നു നമ്മുടെ കുതിരവട്ടം പപ്പു.